അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പഠിക്കുന്ന ഈ ഹിഫ്ള് കോളേജ് സ്ഥാപിക്കാൻ കാരണക്കാരനായ നമ്മുടെ ശൈഖുന ബദറുസാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദ് വെറും 118 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വളർന്നു പന്തലിച്ച് വളരെ വിപുലമായ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഒരു അന്യമതസ്ഥൻ ഒരു ജീവിതകഥ എഴുതണമെന്നുണ്ടെങ്കിൽ ശൈഖുന ഉസ്താദിൻ്റെ പവിത്രത എത്രത്തോളം വളർന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ഈ ജീവിതം ഇതുവരെ എന്ന് പറയുന്ന പുസ്തകത്തിൽ 317 പേജുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തന്നെയാണെങ്കിൽ ഉമ്മയോട് കാണിക്കുന്ന ബഹുമാനവും ഉപ്പായോട് കാണിക്കുന്ന ബഹുമാനമൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഉമ്മ തരുന്ന മാർഗനിർദ്ദേശങ്ങളും ഉപ്പ തരുന്ന ഉപദേശങ്ങളൊക്കെ ഇതിൽ തന്നെ ഉസ്താദ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഗുരുക്കന്മാരോടുള്ള പൊരുത്തങ്ങളും ഇതൊക്കെ ഉസ്താദ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഉസ്താദിൻ്റെ ഉസ്താദിനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളത് ആ ഒരു മാതൃക ഉസ്താദിൻ്റെ റോൾ മോഡൽ ഉസ്താദിൻ്റെ ഉപ്പായിരുന്നു. അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ ഉസ്താദിൻ്റെ ഇമ്മയും അതേപോലെ തന്നെയാണ്. ഉസ്താദ് എന്താ പറയുക, ഉസ്താദ് ഒരു കാര്യം ഉസ്താദിൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റരുത്, ഉസ്താദിന് നല്ല അറിവ് കിട്ടണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഉസ്താദിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാനും എപ്പോഴുള്ള പ്രാർത്ഥന എൻ്റെ 5 മക്കളെയും ഈ ദുനിയാവിൽ രാജാക്കന്മാരാക്കണേ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഉസ്താദ് പണ്ട് പ്രസംഗം പറയാൻ ആദ്യമായി വേദിയിൽ കയറുന്ന സമയത്ത് ഉസ്താദ് വളരെ എന്താണ് പറയേണ്ടതെന്ന് ഒരു ദൃഢനിശ്ചയമില്ലാതെയായിരുന്നു കയറിയിരുന്നത്. പക്ഷേ ഉസ്താദ് വേദിയിൽ കയറി സലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉസ്താദിന് പിന്നെ എന്താണ് പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. എന്നിട്ട് ഉസ്താദ് വേദിയിൽ നിന്ന് വളരെ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉസ്താദ് ഭാഷകൾ പഠിക്കാൻ വളരെ ആർത്തി കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഉസ്താദ് ഭാഷ പഠിക്കുന്നത് എന്താണ്, ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഉസ്താദ് ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആളുണ്ടായിരുന്നു. ആ ആൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തെ ഉസ്താദിൻ്റെ കാറിൽ കയറ്റി. ഉസ്താദ് ഒരു സമയത്തും വെറുതെ നിൽക്കേണ്ട ഒരു സ്വഭാവം ഉസ്താദിനില്ല. ഉസ്താദ് അങ്ങനെ കാറ് കയറ്റി ഉസ്താദ് ഇതിനെന്താ പറയുക, എന്താണ് ഓരോ വാക്കും ഇങ്ങനെ പറഞ്ഞാണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിലാക്കും, ഇതെങ്ങനെ ഇംഗ്ലീഷ്, അങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് ഉസ്താദ് അങ്ങനെയാണ് ഉസ്താദ് ഇംഗ്ലീഷ് പഠിച്ച ചരിത്രം. അതുപോലെ ഉസ്താദിൻ്റെ പ്രസംഗം അന്ന് ഉസ്താദ് അസ്സലാമു അലൈ എന്ന് പറഞ്ഞ് ഉസ്താദ് അന്ന് സ്റ്റേജിൽ നിന്ന് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉസ്താദ് ഇപ്പോൾ 25 മണിക്കൂറുകളോളം പ്രഭാഷണം പറയേണ്ട ചിത്രമാണ് ഇത്. അതേപോലെ തന്നെ ഉസ്താദ് അതേമാതിരി കുറേ ചിത്രങ്ങൾ ഉസ്താദിൻ്റെ എന്താണ് ബയോഗ്രഫിയിൽ നിന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഉസ്താദ് എന്താണ് പ്രസംഗം പറഞ്ഞ് ഉസ്താദ് ഇന്ന് പ്രശസ്തിയുള്ള ഒരു മഹാമനീഷിയായി മാറിക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഉസ്താദ് G20 വരെ പ്രസംഗിക്കാൻ ഉസ്താദിന് അവസരം കിട്ടിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലിയും അതിൻ്റെ ദൃഢതയും എത്രത്തോളം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉസ്താദിൻ്റെ ജീവിതം വളരെ ലളിതവും വിനയപൂർവ്വമായിരുന്നു. ഉസ്താദ് എങ്ങനെയൊക്കെയായിരുന്നു വിനയം കാണിച്ചിരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉസ്താദുമാരോട് ഉസ്താദ് ഭയങ്കര ഉസ്താദായിരുന്നു ഷെയ്ഖ് നുജൂമ് ബീരാങ്കോയ ഉസ്താദ്. അവിടുന്ന് ഉസ്താദ് വലിയ അദബായിരുന്നു. ഒരു ദിവസം ശിഷ്യന്മാരിങ്ങനെ ഉസ്താദിനെ നോക്കേണ്ട സമയത്ത് ഉസ്താദ് എൻ്റെ പെട്ടെന്ന് പുറത്തേക്ക് ഓടണേ. ഉസ്താദ് എന്നിട്ട് തലപ്പാവൊക്കെ അഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ജീപ്പ് ഉന്യാന്ന് എടുത്തേക്കുന്നു. അപ്പോൾ
അപ്പോൾ അതിൽ ഉസ്താദ് ഷെയ്ഖുനോജ ബീരാങ്ങായ ഉസ്താദാണ്. ആ അദബ് കൊണ്ട് ഉസ്താദ് തലയിലുള്ള തലപ്പാവ് ഊരിയിട്ടാണ് അവിടുന്ന് സംസാരിച്ചത്. അതേപോലെ തന്നെ ഉസ്താദ് ഈ അടുത്ത കാലം വരെ ഉസ്താദ് അങ്ങനെ ഉസ്താദിൻ്റെ പേര് പറയാനായിരുന്നു. അത് ഉസ്താദ് പറഞ്ഞത് 2016 മുത്തവ്വൽ കോഴ്സിൽ കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിൻ്റെ പേരെന്താ, അങ്ങനെയാണെങ്കിൽ ഉസ്താദിൻ്റെ ഉസ്താദ്മാരെ പേരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ ശിഷ്യപരമ്പര ഉസ്താദ് എങ്ങനെ ഇപ്പോഴത്തെ സ്വലാത്തിനും ഉസ്താദ് ആ കാര്യം നമ്മളെ ഉണർത്തിയിരുന്നു. അതെ, ഉണർത്തിയിരുന്നു ഉസ്താദ്. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഉസ്താദ് അന്ന് മുതലാണ് ഉസ്താദ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഉസ്താദിൻ്റെ പേരിങ്ങനെ പറയാൻ തുടങ്ങിയത്. ഉസ്താദിന് എത്രയോ ഉസ്താദിൻ്റെ അങ്ങനെ കുറേ ഉസ്താദ്മാരെ പരമ്പര അങ്ങനെ പറഞ്ഞു പോകാൻ വരെ ഉസ്താദിന് സാധിക്കും. അതെ, അത്രത്തോളം ഉസ്താദിന് ഓർമ്മശക്തി ഉണ്ടെന്ന് നമുക്ക് ഉസ്താദിൻ്റെ നമ്മൾ ഇവിടെ ഈ ജീവിച്ച 4 വർഷത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ ഓരോ ഉപദേശങ്ങളും. ഒരു വട്ടം ഉസ്താദിൻ്റെ വാപ്പ വഫാത്താകുന്ന ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. ഉസ്താദ് അപ്രതീക്ഷിതമായിട്ട് എന്തോ അരുതാമ ചെയ്തിട്ട് ഒരു കുട്ടിയെ പുറത്ത് നിർത്തിയതാണ്. അപ്പോൾ ഉസ്താദിൻ്റെ വാപ്പ എല്ലാ ആഴ്ച വരുമ്പോഴും വട്ടമേശയിലിരുത്തിയാണ്ട് അവിടെയും ഉസ്താദ് സംസാരിക്കലുണ്ട്. ആ കാര്യം പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ വാപ്പ ഒന്ന് കയർത്തു. ഉസ്താദിൻ്റെ വാപ്പ പറഞ്ഞു, നാട്ടുകാർ വിയർപ്പ് ഉണ്ടാക്കിയ ഒരു പള്ളി ഒരു മദ്രസയാണ്. അതെ, ഉസ്താദ് അത്ര വേദനയോടെയാണ് പറഞ്ഞു ഉസ്താദിൻ്റെ ഒപ്പം. ഉസ്താദിൻ്റെ വാപ്പ അങ്ങനെ വേദനയോടെ പറഞ്ഞത്. അപ്പോൾ ഉസ്താദ് ആകെ സങ്കടമായി. ഉസ്താദ് അന്ന് രാത്രി ഏകദേശം 12 സമയത്ത് ഉസ്താദിൻ്റെ വാപ്പാൻ്റെ അടുത്ത് ചെന്നപ്പോൾ കാൽമൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. വളരെ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഉസ്താദിൻ്റെ വാപ്പയും കരയുകയാണ്. ഉസ്താദിൻ്റെ വാപ്പ ഉസ്താദിനോട് പറഞ്ഞ വാക്ക്, ഏതെങ്കിലും ഒരു മക്കളോട് വാപ്പാര് വെറുപ്പുണ്ടാകുമോ? അത് അങ്ങനെ ഉസ്താദിൻ്റെ വാപ്പാക്ക് ഉണ്ടായിട്ടുമില്ല എന്ന് ഉസ്താദിൻ്റെ വാപ്പ പറഞ്ഞു. ഓരോ വാപ്പയും ശ്രമിക്കുന്നത് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കാനാണെന്ന്. അതെ, ഉസ്താദ് എന്താണ് വിനയപൂർവ്വം കുട്ടികളുമായി പെരുമാറിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സ്ഥാപനം ഇത്രത്തോളം വളർന്നു പന്തലിച്ചിരിക്കുന്നത്. ഉസ്താദ് നൽകുന്ന ഓരോ ഉപദേശങ്ങളും മോട്ടിവേഷനുകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കുട്ടികൾ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം കാഴ്ചവെക്കാൻ സാധിക്കുകയും ലോകോത്തര പ്രതിഭകളെ ഉസ്താദിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഉസ്താദിന് 3 ആശയങ്ങളുണ്ട്. ഉസ്താദ് എപ്പോഴും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദ് ഇന്ന് ഈ ലോകതലത്തിൽ വരെ ലോകത്തിലെ 500 വലിയ മുസ്ലിം പണ്ഡിതന്മാരിൽ ഉസ്താദും ഉണ്ട് എന്നാണല്ലോ. അത് ആ ഒരു നിലയിലേക്ക് എത്താൻ കാരണം ഒന്ന് ഉസ്താദിൻ്റെ ഒരാശയമാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഒരു സമയത്തും ഉസ്താദ് വെറുതെ നിൽക്കില്ല. ഉസ്താദ് ഇപ്പോൾ നേരത്തെ ഇംഗ്ലീഷ് പഠിച്ച പോലെ ഇപ്പോഴും ഉസ്താദ് ഇങ്ങനെ ബുക്കുകൾ വായിച്ചു കാണും. ഓരോ ബുക്ക് ഒരു സമയം ഒഴിവെടുക്കാതെ ഉസ്താദ് പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതേപോലെ ഉസ്താദ് ഓരോ ആഴ്ചയിൽ ഉസ്താദ് റൂഹുള്ള വാക്കുകൾ പറഞ്ഞാണ്ട് ഒരു ചാനൽ നടത്തുന്നുണ്ട്. ആ ചാനൽ ഉസ്താദ് ഓരോ ആഴ്ച പല അറിവുകളും ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. അതിൽ കുട്ടികൾക്ക് പകരം ഉണ്ടാവും, അത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കുടുംബം എങ്ങനെ വേണമെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു. അതെ, ഉസ്താദിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.